ടൂറിസം ഭൂപടത്തിൽ കൊട്ടാരക്കരയുടെ സ്ഥാനം അടയാളപ്പെടുത്തുകയാണ് മീൻപിടിപ്പാറ. സുരക്ഷിതമായി കുട്ടികൾക്ക് ഒപ്പം സമയം ആനന്ദകരമാക്കാനും കൊട്ടാരക്കര നഗരഹൃദയത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ഇടമില്ല. പലകുറി പരിചയപ്പെടുത്തിയതാണ്, പക്ഷേ ഇന്ന് മുഖമാകെ മാറി. കൂടുതൽ മനോഹരിയായി സഞ്ചാരികളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ. പുലമൺ തോടിന് കുറുകെയായി മറുകരയിലേക്ക് ചെറിയ പാലവും ചൂണ്ടയിൽ കൊരുത്ത വലിയ മത്സ്യത്തിന്റെ പ്രതിമയുമാണ് മീൻപിടിപ്പാറയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കാട്ടരുവിലെ പാറക്കെട്ടുകളെ തഴുകിയെത്തുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുവാനാണ് സഞ്ചാരികൾ കൂടുതലും മീൻപിടിപ്പാറയിലേക്ക് എത്തുന്നത്. അപകട സാധ്യത ഒട്ടുമില്ലാത്ത വെള്ളച്ചാട്ട കേന്ദ്രമാണ് മീൻപിടിപ്പാറ. വരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി കുറഞ്ഞ ചെലവിൽ അവരുടെ സമയം വൈകുന്നേരങ്ങളിലും രാവിലെകളിലും ചെലവഴിക്കാൻ സഹായിക്കുകയും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. ഇന്ന് മഴവെള്ളപ്പാച്ചിൽ പോലെ സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് മീൻപിടിപ്പാറയിലേക്ക്. ഇപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലൊക്കെ വന്നു പോയിട്ട് അത്യാവശ്യം ഭയങ്കര സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും പ്രാവശ്യമൊക്കെ ഒന്ന് വന്നു പോയി നോക്കേണ്ട സ്ഥലമാണ് ഇവിടെ. അത്യാവശ്യം നല്ല വൈബുള്ള ഒരു പ്ലേസാ. പുതുക്കിപ്പണിത പാർക്കും ഇരിപ്പിടങ്ങളും നടപ്പാതയും ഒക്കെ മീൻപിടിപ്പാറയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മീൻപിടിപ്പാറ ഒഴിവു സമയങ്ങൾ ചിലവിടാൻ പറ്റിയ മനോഹര ഇടങ്ങളിലൊന്നാണ്. മാസം 2 ലക്ഷം രൂപ ഇന്ന് മീൻപിടിപ്പാറ വഴി KTDCക്ക് ലഭിക്കുന്നുണ്ട്. കുടുംബശ്രീ ജീവനക്കാരാണ് മീൻപിടിപ്പാറയുടെ പരിപാലന ചുമതല. പോലീസിന്റെ നിരീക്ഷണം വേണമെന്ന ആവശ്യമാണ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ആകെയുള്ളത്. 24 കൊല്ലം. അപ്പൊ മീൻപിടിപ്പാറയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.